ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്. നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. മെയിനായിട്ട് ഇതിൽ നമ്മളൊരു സ്നാക്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയും കൂടിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളിന്ന് സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സമൂസ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊക്കെയാണ് ഞാനിതിൽ പറയണത്. മുന്നേ ഞാൻ വീഡിയോ ഇട്ടതിൽ സമൂസ ഫില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ഞാനിതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ സമൂസ ഷീറ്റ് മടക്കുക അതൊക്കെ ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ ചെയ്യണത് അതാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് അതിനായിട്ട് സവാള ഒരു 4 സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് വാടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുളകാണ് കേട്ടോ എടുത്തുള്ളത്. കുട്ടികൾ കഴിക്കണോണ്ട് തന്നെ എരിവൊക്കെ ഞാൻ കുറച്ചതാണ്. ഒരു മുളക് എടുത്തിട്ട് അതൊന്ന് നൈസായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ആ ഉള്ളിയിലിട്ടിട്ട് അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അതാ കുറച്ചധികം തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതും ക്യാരറ്റ് അധികം ഇട്ടിട്ടാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ചതാണ്, കാരണം നോമ്പൊക്കെ ആണല്ലോ. അപ്പോൾ ഇനി വയറിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ അധികം ഇട്ടില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ ഇടുന്നുണ്ട്, 2 ഇടണുള്ളൂ. ചെറുതാണ് കേട്ടോ, 2 ഇടുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞാൻ ഇട്ടത് ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റും ഉള്ളിയും അതൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഇടുന്നത് കുറച്ച് മസാലപ്പൊടികളാണ് കേട്ടോ. മസാലപ്പൊടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ മുളക് അധികം ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല ഞാൻ കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ. അത് ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ആ ഒരു പച്ചമണം മാറണ വരെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് 2 കുഞ്ഞു ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസും കൂടിയിട്ട് നമ്മളൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുത്തത്. അപ്പോൾ ഇനി നമ്മൾ ആ ചിക്കനൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ട്. കാരണം ഞാനതൊന്ന് ചോപ്പറിലിട്ടിട്ടാണ് ഒന്ന് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. വല്ലാതെ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് കൊണ്ട് പൊടിയും. അപ്പോൾ പിന്നെ അങ്ങനെ വേണ്ട, നമ്മളിങ്ങനെ പിച്ചിടില്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ്റെ കൂടെ 2 ഉരുളക്കിഴങ്ങ് കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുത്തിട്ട് നമ്മളിതാ ഉരുളക്കിഴങ്ങ് ആ ഒരു മസാലയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഞാനത് കയ്യിൽ വെച്ചിട്ട് തന്നെ കത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അത് വേവാനൊന്നുമില്ലല്ലോ, നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ അതിലിട്ടിട്ട് അതൊന്ന് ഇളക്കി ഉടച്ചെടുക്കുക വേണ്ടുള്ളൂ കേട്ടോ. ഓവറായിട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇപ്പുറത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതിലിട്ടിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ, അത് നമ്മൾക്ക് ഈ ഒരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. അതങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അതൊക്കെ അന്ന് നമ്മൾ വീട്ടിലുള്ള സമയത്ത് ബാബി കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൽ ചിക്കനൊക്കെ ഒന്ന് ആദ്യം ഇങ്ങനെ വേറൊരു പാനിലിട്ടിട്ട് ഒന്നിങ്ങനെ ഡ്രൈ ചെയ്തെടുക്കും. എന്നിട്ടാണ് കേട്ടോ നമ്മൾ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഞാനത് ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ 2-3 എല്ലിൻ്റെ പീസുകൾ, കുഞ്ഞ് എല്ലിൻ്റെ പീസുകൾ കിട്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊന്നും ആയിട്ടുണ്ട്. ഇനി നമുക്കത് മസാലയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും കേട്ടോ, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഷീറ്റ് മടക്കണതും കൂടി ഒന്ന് അറിയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ആ ഒരു ചിക്കൻ നമ്മളൊന്ന് ചൂടാക്കി എടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കണമൊന്നുമില്ല കേട്ടോ, നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മസാലപ്പൊടികളായാലും നമ്മൾ അധികം ഒന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കുരുമുളക് പൊടിയാണ് കുറച്ച് അധികം ഇട്ട് കൊടുത്തുള്ളത്. അത് ആ എരിവ് പാകത്തിന് തന്നെ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കുന്ന വേറൊരു തരത്തിലാവും. ഇതുപോലെ ക്യാരറ്റ് എല്ലാം അധികം ഇട്ടിട്ട് പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഇട്ട് കൊടുക്കാത്തത്. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ടൊന്ന് വാങ്ങിപ്പിക്കാമെന്ന് വെച്ചാൽ അവർക്കൊക്കെ നോമ്പല്ലേ, നടന്ന് പോയിട്ടൊക്കെ വരുമ്പോഴേക്കൊക്കെ വയ്യാണ്ടാവും. അപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് വെച്ച്. നമ്മൾ മുന്നേ ഒരു ദിവസം സമൂസ ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അതിൽ കുറച്ച് അധികം മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാനതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇക്കാ പോണ ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇക്കാ പോകുമ്പോഴേക്കും കുറച്ച് ഉണ്ടാക്കി കയ്യിൽ കൊടുത്ത് വിടാലോ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ ഈ പണി ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്നാക്സ് ഉണ്ടാക്കുന്നത് വേറെ ഒന്നും കൊണ്ടുപോകണില്ല എന്നാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തേക്കാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ആ ഷീറ്റൊക്കെ ഒന്ന് ചുരുട്ടിയെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ വെച്ചിട്ട് ഇതാ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ
അപ്പോൾ ഇതാ നമ്മൾ ഷീറ്റ് ചുരുട്ടിയെടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇനിയിപ്പോൾ അതങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് അതിൽ ഫില്ലിങ്ങൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കവർ ചെയ്ത് ഇട്ട് കൊടുക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ടുണ്ട് കോരുമ്പോഴേക്കും അത് ആകെ ഇങ്ങനെ പരന്ന് കിടക്കും കേട്ടോ അത്. അപ്പോൾ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഞാൻ നിറച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബാലൻസ് വരില്ലേ, അത് നമ്മൾ ആ ഒരു ഇത് തിരിച്ച് വെച്ചാൽ തന്നെ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് കാണാം. അതിനുള്ളിലേക്ക് നമ്മൾ അത് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ എന്താ പറയുക, കുറച്ച് മൈദ കലക്കിയതാണ് കേട്ടോ അവിടെ വെച്ചുള്ളത്. അതിൽ തൊട്ടിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ സമൂസ എങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ മൈദ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ഇത്തിരി വെള്ളത്തിൽ മുക്കിയിട്ടായാലും ഇതിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാൻ മുന്നൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അതിങ്ങനെ വിണ്ട് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. ഒരു എന്താ പറയുക, ഒരു ഫിനിഷിങ് അല്ലാത്ത പോലെ തോന്നിയോണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മൈദയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇട്ട് കോരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ആയത് ഇക്കാക്ക് കൂടിയിട്ടൊന്ന് കെട്ടി കൊടുക്കാനുണ്ട്. പേപ്പറിലെല്ലാം പൊതിഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഇക്കാക്കുള്ളതെല്ലാം കെട്ടി കൊടുത്ത് ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇക്ക പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പണികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി ഇരുന്ന് നമ്മളിന്ന് ചായക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടാണ് കേട്ടോ. പുട്ടും ചിക്കൻ കറി ഇരുന്നിട്ട് ഇന്ന് ചായക്ക് കടിയായിട്ടുള്ളത്. അങ്ങനത്തെ നമ്മൾ നോമ്പറക്കാൻ വേണ്ടി ഇരുന്ന് കുട്ടികൾ അപ്പുറത്തിരിക്കണുണ്ട് കേട്ടോ. കമൻറ്റിൽ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വലിയ മോനെ വീഡിയോസിലൊന്നും കാണിക്കാത്തതെന്നുള്ളത്. അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൻ എന്നോട് പറയാറുണ്ട് കേട്ടോ അവൻ എടുക്കണ്ടെന്ന്. അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ എടുക്കാറില്ല. അതിനുവേണ്ടി ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോയിൽ വരാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവനെ എടുക്കുന്നത്. പിന്നെ 2 ദിവസം മുന്നേ വലിയൊരു സൗണ്ട് കേട്ടിട്ട് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വലിയൊരു ചക്ക വീണെടുക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പഴുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനതങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പറിച്ചെടുത്ത് കഴിക്കാമല്ലോ. അത് പഴഞ്ചക്ക ആയിരുന്നു കേട്ടോ. ഇവിടെ പഴഞ്ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. അങ്ങനത്തെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നെടുക്കുന്നത് ചിക്കൻ കറിയും പുട്ടൊക്കെ കൂട്ടിയിട്ട് അന്നത്തെ ഒരു നോമ്പ് തുറ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.